ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനസ്. ഇതിൽ തന്നെ നിൽക്കണം, കുറച്ച് പൈസ ഉണ്ടാക്കണം, ഉമ്മാരൊക്കെ രക്ഷപ്പെടണം. പറയാനുള്ള കാരണം മറ്റേ അനിയൻ മിഥുന്റെ വീഡിയോ ഇറക്കിയത് അതൊരു ചില്ലറ സാധനമായിരുന്നില്ല കേട്ടോ. പുള്ളി മെസ്സേജ് ആയിരുന്നു, എവിടെയെങ്കിലും വെച്ച് കാണാൻ ചായ കുടിക്കാൻ ചെല്ലുമ്പോ പണിയോന്ന് പിന്നെ വൈരാഗ്യ ബുദ്ധി ഉണ്ടോ അതിന്റെ പൊത്തു ചെല്ലാൻ. ഈ ശരത്ത് കൊണ്ടുപോയിട്ട് എന്റെ കൊച്ചിനെ നശിപ്പിച്ച അവൻ നശിക്കാനായിട്ട് ആരും ഇല്ല. ഇനി ഉമ്മാർക്ക് പെമ്പിളേർ മെസ്സേജ് ഉണ്ട്. ഇതാണ് കാരണം. ഈ ഒരു കരിയർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താണ് എല്ലാവരും ചെയ്യുന്നത്? ജോബ്ലെസ്. ഇവനെ കൊണ്ടുപോയി നമ്മൾ ഐറ്റം ഡാൻസ് കളിക്കാൻ കണ്ടാ വെറുത്തു പോവും. പെണ്ണ് നോക്കുന്നുണ്ടോ വീട്ടില്? ഇല്ല, അതിനുള്ള പ്രായമായിട്ടില്ല എനിക്ക്. ഇഞ്ച് പ്രായം, 30 വയസ്സുള്ളൂ. അങ്കിളായി. സോ നമ്മളെ രക്ഷപ്പെടും, നമ്മുടെ വീട്ടുകാരും അമ്മയും അവരെയൊക്കെ ഒരു സന്തോഷിപ്പിച്ച് കാണാം. സോ അങ്ങനത്തെ എന്തെങ്കിലും പ്ലാൻസ്? അമ്മേനെ പണിക്കോ അത് വീട്ടിലിടണം, അമ്മേനെ പണിക്കണം. പണിയെടുക്കാതെ ജീവിക്കാനുള്ളവർക്കൊരു മീഡിയ ആണോ സോഷ്യൽ മീഡിയ? തിരിഞ്ഞ് ഡിബേറ്റ് ആയി പറയടാ. ഞാൻ ഇപ്പൊ 8 വർഷമായി പണിക്ക് പോയിട്ട്. എല്ലാവർക്കും ബ്രാക്കുണ്ട്. ഇനി ഇവിടെ ഒന്നുമില്ല, മുടിഞ്ഞു പോവാൻ. നിങ്ങൾ ഈ 30 കഴിഞ്ഞ പയ്യന്മാർക്ക് പെണ്ണ് കിട്ടില്ല, എന്തോരം വിഷമമുണ്ടോന്ന് അറിയോ അതിനകത്ത്? എന്റെ വിഷമം ആര് കേൾക്കും? ഇനി പുളിശരത്തിന്റെ പെണ്ണ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ട്. ഉണ്ടായിരുന്നു, വീഡിയോ കണ്ടിട്ട് പോയതാണോ? അവളെന്നെ അങ്ങനെ നോക്കിയേ പൊന്നുപോലെ. മൈൻഡ് ചെയ്യാറില്ലല്ലേ? റിസൾട്ട് പിന്നെ പറയൂലേ. ഒരു ഞായറാഴ്ച വൈകിട്ട് ഇറങ്ങിയാൽ ആ യൂണിറ്റ് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും? പക്ഷെ കട്ടിടണോ? സോ ലെറ്റ്സ് വെൽക്കം പോളിശരത്ത് ടീം. മച്ചാ വണക്കം. വണക്കം. ഈ പോളിശരത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ദേഷ്യമുണ്ട് പോളിശരത്തിനോട്. കാരണം ഇക്കണ്ട ഫ്രണ്ട്സ് മൊത്തം നിങ്ങൾ ഈ 30 കഴിഞ്ഞ പയ്യന്മാർക്ക് പെണ്ണ് കിട്ടില്ല, ചെക്കനെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് എന്റെ കൂട്ടുകാരൻ എല്ലാവരും എനിക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. എന്തോരം വിഷമമുണ്ടോന്ന് അറിയോ അതിനകത്ത്? പറ. ഞാൻ ഇത് എന്തെങ്കിലും ചോദിക്കുമ്പോ പറയാൻ വേണ്ടി കിട്ടുമ്പോ ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. വിഷമം ആര് കേൾക്കും? ഇനി നിങ്ങളെല്ലാവരും പെണ്ണ് കിട്ടി സെറ്റായി നടക്കുകയാണ്, എല്ലാവർക്കും ഓരോ കാമുകിമാരും ഇല്ലേ? പെണ്ണില്ല. 4 പേർക്കാൻ കണ്ടുള്ളൂ. ബാക്കി എല്ലാവരും സിംഗിൾ ആണ്. ആ വിഷമമാണ്, ഫ്രസ്ട്രേഷൻ ആണ് നിങ്ങൾ കാണിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി. മറ്റുള്ളവർക്ക് വേണ്ടി. അത് മറ്റുള്ളവർക്ക് നല്ലോണം കിട്ടുന്നുണ്ട്. ഇനി ഒരുപാട് നന്ദിയുണ്ട് മച്ചാ. സോ എന്തായാലും പോളിശരത്തെ നിങ്ങളുടെ ടീമിന്റെ പേരെന്താ? ശരിക്കും പോളിശരത്തെ ടീം തന്നെയാണോ അതോ? അതെ, പോളിശരത്ത് കുറച്ചൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടല്ലോ മാൻ. അത് ചെറിയ ഇന്റർവേർട്ട് ആണോ? വീഡിയോ അത് വീഡിയോയില് മാത്രമേ ഉള്ളൂ. വീഡിയോയിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരാളാണോ? ഒന്നും പറയാനില്ല. അപ്പൊ ഈ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുന്നത് എങ്ങനെ? അതിന് മുമ്പ് നമ്മുടെ പ്രേക്ഷകർക്ക് പോളിശരത്തിനെ മാത്രമേ പേര് ചിലപ്പോൾ അറിയുന്നുണ്ടാവുള്ളൂ, എല്ലാവരും പേര് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. സോ നമുക്ക് ഒന്നും തുടങ്ങാം. ഏത് സൈഡിൽ തുടങ്ങണം? അനന്തു, ആദിത്യൻ, കാളിദാസ്, കൃഷ്ണപ്രസാദ്, അഭിരാം, ആരിഷ്, വിഷ്ണു. നിങ്ങൾ എല്ലാവരും ഇവിടെ ഉള്ളവർ തന്നെയാണോ? സത്യം പറയാലോ, സാധാരണ നമ്മൾ ഏതെങ്കിലും ഡിജിറ്റൽ മീഡിയ ക്രിയേറ്റീവ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അടുത്ത് പോകുമ്പോൾ അവർക്കൊക്കെ ചെറിയൊരു ഹെഡ് വെയിറ്റും അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഓക്കെ നമ്മൾ വലിയ സംഭവമാണെന്നുള്ള സാധനം സാധാരണ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങളെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം ബിഹൈൻഡ് വുഡ്സിന്റെ വണ്ടിയായിട്ട് വന്നപ്പോൾ എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അങ്ങോട്ട് കയറ്റി ഇട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരാളുടെ അനുവാദം ചോദിക്കാണ്ട് എങ്ങനെയാണ് എടുക്കുക. പിന്നെ നമ്മളിങ്ങനെ കയറി വന്നപ്പോൾ ആ പുള്ളി പറഞ്ഞത് പോരേന്ന്. സോ ആ ഒരു വൈബ് നിങ്ങളുടെ വീഡിയോയ്ക്ക് അതും കാണുന്നുണ്ട്. എല്ലാവരും തമ്മിലുള്ള ഒരു ഒത്തൊരുമയും കാര്യങ്ങളൊക്കെ. എവിടെയാണ് ബ്രോഡ്? അപ്പൊ ബ്രോഡ് വീടിന്റെ പരിസരത്താണ് നമ്മളിപ്പോ ഉള്ളത്. ഏത് സ്ഥലം മച്ചാ? എന്റെ വീട് അല്ല, ഈ സ്ഥലത്തിന്റെ പേര് നമ്മുടെ പ്രേക്ഷകർക്ക് ആലപ്പടി, കുറുമ്പശ്ശേരിയിലെ ആലപ്പടി, ലക്ഷംവീട് കോളനി. ലക്ഷംവീട് കോളനി അല്ല, ലക്ഷംവീട് കോളനി കൊണ്ട് നിങ്ങളുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അത് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സാധനം. വൈറലായി പോയി. അത് ഇപ്പോഴും മാറിയിട്ടില്ല. വൈറലായോ? അത് ചെറുതാ ഇല്ലില്ല. എന്തെങ്കിലും ഒരു വിഷമം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായി? അങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സും വായിച്ചാലല്ലേ പ്രശ്നമുള്ളൂ, തെറിയേക്കണ്ടുള്ളൂ. ഞങ്ങൾ ഒന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും. സീരിയസ്ലി ഇല്ല, അവനെ അക്കൗണ്ട് ഹാൻഡിലാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഏൽപ്പിച്ചേക്കാണ്. ഇല്ല, എനിക്ക് കയറാൻ മടിയായതുകൊണ്ട്. ആരതിന് നിങ്ങളുടെ ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർ ആരാ? പോളിശരത്ത് തന്നെയാണ്. എവിടെ നിന്നാണ് ഇത്രയും അധികം കഥകൾ കിട്ടുന്നത് വെച്ചാൽ? ഇവിടെ തന്നെ കുറെ പേരുടെ ജീവിതമാണ് പല വീഡിയോ ഇട്ട് വന്നേന്നുള്ളൂ. പോളിശരത്തിന്റെ ജീവിതകഥയത്തെ ഒരു സംഭവം ഇട്ടത് പെണ്ണ് കിട്ടാത്തത് അത് എപ്പോഴും വൈറലാവാറുണ്ട്. ഇത്രയും ആരാധകരും ഫാൻസും ഒക്കെ ഉള്ള പോളിശരത്തിന് പെണ്ണ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ട്. ഉണ്ടായിരുന്നു, പക്ഷെ പോയി. വീഡിയോ കണ്ടിട്ട് പോയതാണോ? അല്ല, അതിക്ക് മുമ്പ് ഞാൻ അങ്ങനെ വിളിക്കാറും മെസ്സേജ് അയക്കാറൊന്നുമില്ലായിരുന്നു. അവളെന്നെ അങ്ങനെ നോക്കിയേ പൊന്നുപോലെ. പിന്നെ അവൾക്ക് പെട്ടെന്ന് മടുത്തുണ്ടാവും. ഞാനങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. എങ്ങനെ ഫോൺ വിളിച്ചെടുക്കൂല, മെസ്സേജ് എങ്ങനെ മടുക്കാണ്ടിരിക്കും? ആദ്യം ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ നോക്കി, ഞാൻ റെഡി ആയില്ല. അവളുടെ മനസ്സ് മാറിയപ്പോഴേക്കും കുറ്റം പറയാനും പറ്റില്ല. ചിലപ്പോൾ അവൾക്ക് ശരി തോന്നിയേക്കും അവൾ ചെയ്തു.
ഞാനത് എന്റെ വലിയ അറിയില്ല. ആ ചിരിയുടെ കാരണം അച്ചടി ഭാഷയിലൊക്കെ സംസാരിക്കണത് മേ ബി അവൾ ചെയ്തിട്ടുണ്ടാവും. അതെ, ബ്രോ പറ കഥയൊന്നുമില്ല, വെറുതെ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയക്കാറുണ്ടോ പുള്ളിക്കാരി? ഇല്ല. അയക്കാറുണ്ട് ആദ്യം. ചില വീഡിയോ പുള്ളി പറയായിരുന്നു ആദ്യം ഞങ്ങൾക്ക് ചെയ്യേണ്ട മാറ്റി പിടിക്കാനായി. ഇപ്പൊ പിന്നെ മിണ്ടാറില്ല ഞാൻ. നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ഞാൻ കാണുന്ന മറ്റേ അനിയൻ മിഥുന്റെ വീഡിയോ ഇറക്കിയത് അതൊരു ചില്ലറ സാധനം ആയിരുന്നില്ല കേട്ടോ. അത് ഭയങ്കര ഹിറ്റായി. പലർക്കും ഇപ്പൊ പറയുമ്പോഴായിരിക്കും കത്തിട്ടുണ്ടാവും ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട്. സോ അത് ചെയ്തതിന് ശേഷം അതും ഒരു സ്പൂഫ് സംഭവമാണ്. സോ അത് ചെയ്തതിനു ശേഷം അത് ആ കഥ എങ്ങനെയാണ് അതിന്റെ തുടക്കം നിങ്ങളുടെ വീഡിയോസിന്റെ? ഞങ്ങൾ രണ്ടുപേരും ആദ്യം വീട്ടിൽ തുടങ്ങിയാണ്. ഇവൻ ഞാനും 2-3 വീഡിയോ ഇട്ട് കയറിയില്ല. ആകെ 3000 വ്യൂസും ഒരു 750K ലൈക്കും. പിന്നെ അങ്ങനെ അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും രക്ഷപ്പെടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവന്മാർ വിളിച്ചുകൂട്ടി എടുക്കാൻ തുടങ്ങി. അപ്പണി മിഥുൻ്റെ പിന്നെ വേറൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ എന്നാൽ മിഥുൻ ചെയ്യാം, മിഥുൻ ട്രെൻഡാണെന്ന് പറഞ്ഞു മിഥുൻ ചെയ്താണ്. പെട്ടെന്ന് എല്ലാം മാറി പറഞ്ഞു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഈ മിഥുൻ അതിന് ശേഷം പിന്നെ വിളിച്ചായിരുന്നു? പുള്ളി മെസ്സേജ് അയച്ചായിരുന്നു, കൊള്ളാന്ന് പറഞ്ഞു, എവിടെയെങ്കിലും വെച്ച് കാണാം, ചായ പണിയൂന്ന് പിന്നെ മെസ്സേജ് എനിക്കൊന്ന് കാണാം. അന്ന് മെസ്സേജ് ഉണ്ടായി. എന്നിട്ട് ഈ കുറച്ച് ദിവസം മുമ്പ് മെസ്സേജ് ഉണ്ടായി പറയ് ബ്രോ എന്ന് പറഞ്ഞോണ്ട്. അന്ന് 6 മാസം 8 മാസം കൊണ്ട് അയച്ചാണ്. കൊടുക്കായിരുന്നില്ല അപ്പൊ ചായ കുടിക്കാൻ വേണ്ടി പറഞ്ഞാണ്. വൈരാഗ്യ ബുദ്ധി ഉണ്ടോ അതിന്റെ വൈരാഗ്യ ബുദ്ധി പോയി. എന്തായാലും പുള്ളി കാരണം ഒരാളുടെ ജീവിതം മാറി മറിയാന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അതിനകത്ത് സന്തോഷം ഉണ്ടാവുള്ളൂ. ദൈവം. പിന്നെ അതിനുശേഷം നിങ്ങൾ ഈ സത്യം ഇങ്ങനെ കണ്ടന്റ്സും കാര്യങ്ങളും അത് എന്റെ മനസ്സിലുണ്ടാവും. പിന്നെ സിനിമയിലാണെങ്കിൽ കൂടുതലും സ്പൂഫ ചെയ്യാറ്. പൊറിഞ്ചു അത് അത്യാവശ്യം കയറി വീഴും. അത് ഇങ്ങനെ എന്റെ മൈൻഡിലുണ്ടായിരുന്നു. അതായത് ഇത് ചെയ്യാന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അപ്പൊ അവിടെ നിന്നപ്പോ ഓരോ ഡയലോഗ് വന്നപ്പോ ഇട്ടിട്ട് പോയാണ് ആൾക്കാർ അറിഞ്ഞു കൊടുക്കുന്ന ആ വീഡിയോയിലാണ്. വീട്ടിലെ അമ്മമാരാരെങ്കിലും പറയോ? കാരണം നിങ്ങൾ ഇങ്ങനെ കളിച്ച് വീഡിയോ എടുത്തിട്ട് നടന്നോ, പണിക്കൊന്നും പോണ്ട, എനിക്ക് പഠിക്കാൻ പോണ്ടെന്ന് പറഞ്ഞിട്ട് അടി ഉണ്ടാക്കാറുണ്ടായി? പിന്നെ പറയൂലേ, ശരത്തിനാണോ കൂടുതൽ കിട്ടാറുള്ളത്? എന്നെ പറയാറില്ല, അമ്മയാണ് പുള്ളി നോക്കണം. ഞാൻ 8 വർഷമായി പണിക്ക് പോയിട്ട് എന്നൊന്നും പറയാറില്ല. ഇത് അത്യാവശ്യം നല്ല വരുമാനമുള്ള പരിപാടിയാണല്ലോ. പിന്നെ എല്ലാവർക്കും തിരിച്ചു കൊടുക്കുന്നുണ്ടാവല്ലോ. പിന്നെ മന്തി കൊടുക്കണ്ടല്ലോ, എല്ലാവർക്കും മന്തി പിടിച്ചു ബാക്കി ആയിരുന്നു. അപ്പൊ ഈ ശരത്ത് കൊണ്ടുപോയിട്ട് എന്റെ കൊച്ചിനെ നശിപ്പിച്ച് അവൻ വീഡിയോസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ശരത്തിന് ചീത്തപ്പേര് നശിക്കാനായിട്ട് ആരും ഇല്ല ഇനി. ഒന്നാമത്തെ ഒന്നും പറയാറില്ല. അമ്മ പറയും ഇവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറയാറുണ്ട്. വീഡിയോ ഇവരൊക്കെ വന്നാൽ എല്ലാവർക്കും കൊടുക്കാം. നിങ്ങൾ പിന്നെ എന്തിനു ചെയ്യണം? പെമ്പിളെ മെസ്സേജ് അയക്കുന്നുണ്ട്, അതുകൊണ്ട് നിക്കണേ. അതാണ് കാരണം. അപ്പൊ ശരത്തും ഈ ഫീൽഡിൽ നിൽക്കാൻ കാരണം അതാണ്. ഞാൻ പറയാ ഇവരാണ് പെമ്പിളർക്ക് ഏറ്റവും ക്രഷ് അടിച്ച് മെസ്സേജ് അയക്കണം. പിന്നെ ഞങ്ങൾക്ക് കൂട്ടിനാളുകൊണ്ട് ഞാൻ ഒന്നും പറയാറില്ല. നിങ്ങളുടെ കൂട്ടത്തിലൊരു പെൺകൊച്ചുണ്ടായിരുന്നല്ലോ. അവള് എന്തോ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയേക്കണം. ഒരാള് പെണ്ണാവാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഓവറായിട്ട് ഇവനെ കൊണ്ടുവന്നു. ഓരോരുത്തർക്ക് ഈ സാധനം കൊടുക്കുന്നത് എങ്ങനെയാ? ഓരോരുത്തരും രൂപം വെച്ചിട്ട് കൊടുക്കുന്നതാണോ? ഞാൻ മെയിൻ എടുക്കും. ബാക്കി ബാലൻസ് ഞങ്ങളൊരു വീഡിയോ എന്താ റേസിന്റെ, അതിനകത്ത് എനിക്ക് ഓപ്പോസിറ്റ് കറുത്താളാണായിരുന്നു വെച്ചാൽ എന്നെക്കാളും കറുത്ത്. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തേ എന്നെ അങ്ങനെ ഒരാളെ കളിയാക്കണ്. എന്നിട്ട് ഇവൻ ഉണ്ടായി പല്ല് വെച്ചിട്ട്. അപ്പൊ ഇങ്ങനെ എന്റെ സങ്കടം പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഒരു കറുത്താളെ കൊണ്ടുവന്നു. പക്ഷെ എത്ര കൊണ്ടുവന്നു അങ്ങോട്ടപ്പോ എന്നെക്കാളും വെളുപ്പ്. ലാസ്റ്റ് അവിടെ ക്യാൻസൽ ചെയ്ത് ഞാൻ. എന്നിട്ട് അവിടെ സൗണ്ട് മാത്രമാക്കി. എന്നിട്ട് ഇവനെ വെച്ച് ക്ലൈമാക്സേ മാറ്റി. എനിക്ക് മെയിൻ റോള് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ആരും വരാറില്ല. കൊടുക്കില്ല, രാവിലെ എന്നെ ഒന്ന് വീട്ടിൽ ഹാജരാകും. ഇല്ല കൊടുക്കാറുണ്ട് കേട്ടാ, തരാറുണ്ട്. പിന്നെ ചിലവര് ചെയ്യാറില്ല. അവനൊക്കെ മടിയാണ്, നാണം വരും. അപ്പൂസ് അല്ല ആക്ച്വലി നിങ്ങളൊക്കെ ശരിക്ക് ഈ ഒരു കരിയർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താണ് എല്ലാരും ചെയ്യുന്നത്? പഠിക്കുന്നുണ്ട്. എന്താ അവസ്ഥ? പെയിന്റിങ്. എനിക്ക് ഇവന്റെ വർക്ക് ഉണ്ട്. ഞാൻ ഇപ്പൊ നിർത്തി പണിക്കൊന്നും പോകുന്നത്. ഇല്ല, എല്ലാ പണി കുറച്ച് പല പണിക്കും പോയിട്ടുണ്ട്. ലാസ്റ്റ് ഇപ്പൊ യൂണിറ്റ് പണിക്ക് പോയിരുന്ന നിർത്തി, പണിക്കൊന്നും പോകണ്ട. ഞാൻ ഇപ്പൊ SSC കോച്ചിങ്ങിന് പോകും. ഡിഗ്രി ഞാൻ വെറുതെ ഇരിക്കണ്. എന്ത് കഴിഞ്ഞിട്ട് കോഴ്സ് കഴിഞ്ഞായിരുന്നു? ഇതിലൊക്കെ പോയിണ്ടായി. പ്ലംബർ SSC ബേസിക് കോഴ്സ് ഒക്കെ ചെയ്യണം. ക്ലാസ്മേറ്റ്സ് അല്ല വേറെ അവൻ എന്നെ കൂട്ടാണ്ട് പോയി പഠിച്ചു. ഞാനിപ്പോ ITക്ക് വെച്ചേക്കാണ്. അതിന് പറഞ്ഞാൽ മതി തോറ്റു. വായനോട് ചോദിച്ചപ്പോ +1 ജയിച്ചു.
പെയിന്റിംഗ് ആണ്. എന്തൊക്കെയാണ് ഇനി ഭാവി പരിപാടികൾ? യൂട്യൂബിനകത്ത് സജീവമാവാനുള്ള പരിപാടി ഉണ്ടോ? എന്താണ് അവസ്ഥ? ഇതെങ്ങനെ പണിയെടുക്കാൻ ജീവിക്കാട്ട് നോക്കണം. പണിയെടുക്കാതെ ജീവിക്കാനുള്ളവർക്ക് മീഡിയ ആണോ സോഷ്യൽ മീഡിയ? അങ്ങനെ അതാണ് അവസ്ഥ. പറയടാ. ഞങ്ങളതിനങ്ങനെ യൂസ് ചെയ്യണം. പാഷൻ, അഭിനയം പാഷൻ. സിനിമ ഇതിലൊക്കെ നോക്കുന്ന കാര്യങ്ങൾ അവര് നോക്കിയാ എന്തെങ്കിലും സാധനങ്ങൾ വന്നിട്ടില്ല? ഇല്ല, ഒന്ന് രണ്ടു പേര് വിളിച്ചിട്ടുണ്ടേ ഷോർട്ട് ഫിലിമിന് വേണ്ടി. ഞാൻ എനിക്ക് നാണായിട്ടില്ലെന്ന് പറഞ്ഞു. ഇല്ല, പോയുണ്ട് ഷോർട്ട് ഫിലിം പോയുണ്ട്. ഒരു വീഡിയോക്ക് വേണ്ടി പോയിട്ടുണ്ട്. മനസ്സിലായില്ല. എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു. കോളേജിൽ പഠിച്ച് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. കോളേജിൽ പിന്നെ ഇവന്മാരുടെ അടുത്ത് കുഴപ്പമില്ല, നമുക്ക് കംഫർട്ട് ആളുടെ അടുത്ത് കുഴപ്പമില്ല. എല്ലാവരുടെ അടുത്തും ഉണ്ടാകാൻ എനിക്കൊരു മടി, മുഖത്ത് വരെ നോക്കാൻ ഒരു എന്താണ് മടി? അത് ഒരു ഭയം, ഒരു അപകർഷണം. എന്തിനാണ് അപകർഷണം? അത് എനിക്ക് തന്നെ വലിയ എന്നെ മതിപ്പില്ല, അതുകൊണ്ടായിരിക്കും. പേര് 200-something ഫോളോവേഴ്സ് എന്തോ ഉണ്ട് ഇൻസ്റ്റയില്. എന്നിട്ട് ആൾക്കാർ മതിപ്പില്ല പോലും. ഷോർട്ട് ഫിലിമിന്റെ കഥ പറ. അങ്ങനെ പോയിട്ട് പാലക്കാട് പോയി. പുള്ളിയായിരുന്നു വില്ലൻ റോള്. ബാക്കി പുള്ളി ഇവനുണ്ടായി, അവനുണ്ടായി. ഞാൻ വെറുതെ ഇതാ ഇവനെ കൊണ്ടുപോയി അവിടെ ഐറ്റം ഡാൻസ് കളിക്കാൻ. അതിനകത്ത് വില്ലന്റെ ഒരു ഇതാണ് ഗ്യാങ്ങിനകത്ത്. പെൺവേഷം കിട്ടിയിട്ടാണോ? ആ, കണ്ട വെറുക്കും അമ്മാരി കുളിക്കാത്ത ഒരുപാട് അടിപൊളിയാ. കാലിങ്ങനെ ചടക്കണ പാലക്കാട് വഴി അങ്ങനെ നടന്നു. ഇറങ്ങിയില്ല, നന്നായി ഇറങ്ങായിരുന്നു. ഇറങ്ങിയ എറി കയറിയനെ. കണ്ടാല് പിന്നെ പോയിട്ടില്ല. അത് അവൻ അറിയാവുന്ന, അവൻ കുറെ പ്രാവശ്യം വിളിച്ചോണ്ട് പോയാണ്. 2-3 കോളേജിലേക്ക് വിളിച്ചണ്ടേ. എനിക്ക് പറ്റില്ല, ഞാൻ ഇൻട്രോട്ടും എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. ഉമ്മാരുണ്ടെങ്കിൽ പറഞ്ഞ കൂടെ കയറി ചിരിച്ചിരിക്കാം. ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഇതില്ല. പാവം. പേടിയാണ്, അതാണ് സത്യാവസ്ഥ. പിള്ളേരോട് പേടിയില്ല. നിങ്ങളുടെ ഗാംഗിൽ ആ ഒരു ഡീൽ ചെയ്യുന്ന ആരൊക്കെ? ക്യാമറമാൻ ആരാണ്? KP. എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എഡിറ്റിംഗ് അവൻ തന്നെ കൈയോടെ തന്നെ എഡിറ്റ് ചെയ്തു. അപ്പൊ തന്നെ ഓരോ ഷോട്ട് എടുത്ത് അപ്പൊ തന്നെ എഡിറ്റ് ചെയ്ത് പോകും. അത് ശരി. അവല്ലാത്തപ്പോ ഞാൻ ചെയ്യും. പിന്നെ അവല്ലാത്തപ്പോ ഇവൻ ക്യാമറ എടുക്കും. എല്ലാരും അങ്ങനെ മാറി എടുക്കും. ഇപ്പൊ ഞാൻ എന്റെ റോളാണ് ഇവൻ എടുക്കും, ഇവരോളാണ് ഞാൻ എടുക്കും. സ്ക്രിപ്റ്റിൽ വേറെ ആരെങ്കിലും കൈ കടത്താറുണ്ടോ? എല്ലാരും കൈ കടത്താറുണ്ട്. കൈ കടത്തുമ്പോ ഇത് അത് എന്റെ ഡയലോഗാണ്, നല്ല കോൺട്രൊക്കെ ഞാൻ പറഞ്ഞോളാം, ബാക്കിയൊക്കെ അങ്ങ് പറഞ്ഞാൽ ഇല്ലാട്ട് ആ പൊറഞ്ചൂലൊക്കെ ഇവനാണ് ലീഡ് ചെയ്യണേ. ഞാനൊക്കെ സൈഡിലാണ്. അത് ക്ലിക്ക് ആവുമെന്ന് വിചാരിച്ചില്ല. അത് വിചാരിച്ചില്ല. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് എടുത്തോന്നുള്ളൂ ഒരു ആംബുലൻസ് കിട്ടിയപ്പോ. പക്ഷെ അത്ര ക്ലിക്ക് ആവുമെന്ന് വിചാരിച്ചില്ല. ഇപ്പൊ സ്പൂഫ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ കണ്ടന്റ് തീരുമാനിക്കുന്ന ബ്രോ തന്നെയാണ് മൊത്തത്തിൽ ചെയ്യുന്നത്. ഞാൻ പറയും ഒരിടത്ത് ഇങ്ങനെ സാധനം ഉണ്ട്, നമുക്കിത് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ എന്നാ ഈ ഡയലോഗ് ഇറക്കാന്ന് പറയും. അങ്ങനെയാണ്, ഞാനാണ് മെയിൻ. ഞാൻ തീരുമാനിക്കുന്ന പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കും. എല്ലാവരും എയറിലാണ്. നിങ്ങൾ ഒരു കാലത്ത് എയറിലായിരുന്നല്ലോ. അനന്തും കുറെ നാളായിട്ട് എയറിലാണ് ഇപ്പൊ. അനന്തും കാരണം ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിലെ ചങ്കായ എന്തെങ്കിലും ഡാഷ് പ്രവൃത്തി ചെയ്യുന്ന അനന്തുവിനെ മെൻഷൻ ചെയ്യും. എല്ലാവരും അയച്ചു തരാറുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഒരു അനന്ത്. ഞാൻ വന്നപ്പോ ഇൻസ്റ്റാ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മൊത്തം ഈ സാധനമായിരിക്കും. കൂട്ടത്തിലെ വിഷ്ണുവിനെ മെൻഷൻ ചെയ്യുക, അനന്തിനെ മെൻഷൻ ചെയ്യുക, ഇതായിരിക്കും സാധനം വരുന്നത്. ബ്രോക്ക് വിഷമൊന്നുമില്ല ബ്രോ അതിനകത്ത്? എന്തായാലും കയറ്റി പിടിക്കാം. ഇനി ഇവിടെ ഒന്നുമില്ല, മുടിഞ്ഞു പോവാൻ. അല്ല, ഈ പോളിശ്ശേരത്തുനിന്നുള്ള പേര് എങ്ങനെ വന്നു ശരിക്കും? അത് മറ്റേ കുമ്പളങ്ങി നൈറ്റ്സില് അത് മനസ്സിലായി. ഞാൻ കോളേജിൽ പഠിച്ചപ്പോ കിട്ടിയാണ്. അവിടെ കുറെ പേരുണ്ടായി. അങ്ങനത്തെ ഒരു പേരായിരുന്നു പുളിശ്ശേരി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ നിങ്ങൾ ചീത്ത പറയും, പുറത്തുള്ള ഒരാളെ ചിലപ്പോൾ ചീത്ത പറയാൻ സമ്മതിക്കണ്ടാവില്ല. അതാണ് വൈബ്. ഏയ് അത് കുഴപ്പമില്ല, അങ്ങനെ പ്രശ്നമില്ല. ആർക്കു വേണേലും പറയാം. ആക്ച്വലി എന്തൊക്കെയാണ് നിങ്ങളുടെ ഇനി ഭാവി പരിപാടികൾ? ഇതുവരെ ലൈഫിൽ ഇപ്പൊ ഒരു റീച്ച് നിങ്ങൾക്ക് കിട്ടി. ഇപ്പൊ ഒരു അത്യാവശ്യം കേരളത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന കുറെ വീഡിയോസ് ചെയ്ത് വൈറലായി, സംഭവങ്ങളായി, ഫോളോവേഴ്സ് ആയി, നേരത്തെ പറഞ്ഞ പോലെ ഗേൾ ഫ്രണ്ട്സിനും മെസ്സേജസ് ആയി, ഇതൊക്കെ ആയി. നമുക്കില്ല, ഒരുപാട് ചോദിക്കുന്നത് അടുത്ത പരിപാടി എന്താ നെക്സ്റ്റ്? ഇത് തന്നെ നിൽക്കണം, കുറച്ച് പൈസ ഉണ്ടാക്കണം, ഇവന്മാരൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തണം. അത് വെറുതെയാണ്, ആള് രക്ഷപ്പെടുള്ളൂ. അങ്ങനെ ഒരു ടോക്ക് അതിന് തന്നെ സമയം എടുക്കൂല. പിന്നെ ഞങ്ങൾക്ക് രക്ഷപ്പെടണം, കുറച്ച് പൈസ. നമുക്ക് ഇങ്ങനെ വേറെ ആർഭാട ജീവിതമൊന്നും വേണ്ട. ആർമാട് ഒന്നും വേണ്ട, കിട്ടില്ലെന്നറിയാം പൈസ. ഒരു ഓലപ്പേര് ഇവന്മാരൊക്കെ ഹെൽപ്പ് ചെയ്യണം. ഇവന്മാരല്ല, എല്ലാവരും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. ഞാനിങ്ങനെ ഹെൽപ്പിന് വന്ന ആളാ, അപ്പൊ തിരിച്ചങ്ങനെ ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഞാനിത് വരുമ്പോ തന്നെ കണ്ടു. കാരണം നമ്മളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. സോ നമ്മൾ രക്ഷപ്പെടും. നമ്മുടെ വീട്ടുകാരും അമ്മയും എല്ലാവരും അവരെയൊക്കെ ഒരു സന്തോഷിപ്പിച്ച് കാണുക, അവർക്കൊക്കെ ഒരു നല്ല ലൈഫ് കൊടുക്കുക എന്ന് പറയുന്നതായിരിക്കും വലിയൊരു കാര്യം. സോ അങ്ങനത്തെ എന്തെങ്കിലും പ്ലാൻസ്, വീട് വെക്കാനോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് സ്വരുക്കൂട്ടി വെച്ച് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും? അമ്മേനെ പണിക്ക് പോകാതെ വീടെടുക്കണം. അപ്പോഴും അമ്മയെ പണിക്ക് ഇപ്പൊ അമ്മ മാത്രം പറയാനുള്ള അത് ഞാൻ സെറ്റിൽ ആവട്ടെ. പെണ്ണ് നോക്കുന്നുണ്ടോ വീട്ടില്?
ഇല്ല അതിനുള്ള പ്രായമായിട്ടില്ല എനിക്ക്. ഇഞ്ചു പ്രായം. 30 വയസ്സുള്ളൂ. അങ്കിളായി. അപ്പൊ കുഴപ്പമില്ല. ഇടക്കിടക്ക് ഞാൻ വിളിക്കൂട്ടാ. പെണ്ണ് കിട്ടിയിട്ടല്ല, പൈസ സെറ്റ് ആവും. എന്തായാലും ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് പലരും സിനിമകളിലും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓരോരുത്തരും കയറി രക്ഷപ്പെടുന്നത് അല്ലേ? അതെ. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമില്ലേ? എന്നെ കൊണ്ട് പറ്റാന്താണ് ചെയ്യും. അല്ല, ഇവിടെ പൊതുവെ എല്ലാവരും ഭയങ്കര യൂണിറ്റിയോട് കൂടി ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടു. അതൊരു ഞായറാഴ്ച വൈകിട്ട് ഇറങ്ങിയാൽ യൂണിറ്റി. ആ യൂണിറ്റ് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും? പക്ഷെ കട്ടിടണോ? ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനിസ്.